എല്ലാവർക്കും സ്റ്റഡി മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ആസിഡുകൾ എന്ന ഭാഗവുമായിട്ടാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡാണ് തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത്. നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡാണ് നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നത്. ചുവന്നുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡാണ് ചുവന്നുള്ളിയിൽ അടങ്ങിയിരിക്കുന്നത്. ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. ഓക്സാലിക് ആസിഡാണ് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്നത്. ഇവ നാലിലും അടങ്ങിയിരിക്കുന്നത് ഓക്സാലിക് ആസിഡാണ്. പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ്. ടാർട്ടാറിക് ആസിഡാണ് പുളിയിൽ അടങ്ങിയിരിക്കുന്നത്. മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്നത് ടാർട്ടാറിക് ആസിഡ്. ടാർട്ടാറിക് ആസിഡാണ് മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്നത്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് മാലിക് ആസിഡ്. മാലിക് ആസിഡാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത്. എണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സ്റ്റിയറിക് ആസിഡാണ് എണ്ണയിൽ അടങ്ങിയിരിക്കുന്നത്. കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സ്റ്റിയറിക് ആസിഡാണ് കൊഴുപ്പിൽ അടങ്ങിയിരിക്കുന്നത്. പാം ഓയിലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് പാൽമാറ്റിക് ആസിഡ്. പാൽമാറ്റിക് ആസിഡാണ് പാം ഓയിലിൽ അടങ്ങിയിരിക്കുന്നത്. മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ട്രൂസിക് ആസിഡ്. ട്രൂസിക് ആസിഡാണ് മരച്ചീനിയിൽ അടങ്ങിയിരിക്കുന്നത്. തേയിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാനിക് ആസിഡ്. ടാനിക് ആസിഡാണ് തേയിലയിൽ അടങ്ങിയിരിക്കുന്നത്. തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാപ്രിക് ആസിഡ്. കാപ്രിക് ആസിഡാണ് തേങ്ങയിൽ അടങ്ങിയിരിക്കുന്നത്. അരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫൈറ്റിക് ആസിഡ്. ഫൈറ്റിക് ആസിഡാണ് അരിയിൽ അടങ്ങിയിരിക്കുന്നത്. ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡാണ് ഉറുമ്പിൽ അടങ്ങിയിരിക്കുന്നത്. കടന്നലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ്. ഫോമിക് ആസിഡാണ് കടന്നലിൽ അടങ്ങിയിരിക്കുന്നത്. സോഡയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡാണ് സോഡയിൽ അടങ്ങിയിരിക്കുന്നത്. സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഫോസ്ഫോറിക് ആസിഡ്. ഫോസ്ഫോറിക് ആസിഡാണ് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ അടങ്ങിയിരിക്കുന്നത്. നാരങ്ങ, ഓറഞ്ച് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡാണ് നാരങ്ങ, ഓറഞ്ച് എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡാണ് നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നത്. തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡാണ് തൈരിൽ അടങ്ങിയിരിക്കുന്നത്. വെറ്റിലയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് കാറ്റച്യൂണിക് ആസിഡ്. കാറ്റച്യൂണിക് ആസിഡാണ് വെറ്റിലയിൽ അടങ്ങിയിരിക്കുന്നത്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡാണ് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്നത്. മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഹ്യൂമിക് ആസിഡ്. ഹ്യൂമിക് ആസിഡാണ് മണ്ണിൽ അടങ്ങിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.